വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും. കേരളത്തെ ഇനി VDS നയിക്കും. VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സാക്ഷ്യം വഹിച്ച് 10,000 ഓഫീസിൽ ചുമതലയേറ്റെടുത്ത് മന്ത്രിമാർ. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് 19 പേർ. സഗൗരവം പ്രതിജ്ഞ ചെയ്ത് ഷിബു ബേബി ജോണും CP ജോണും. ഇംഗ്ലീഷിൽ മുരളീധരൻ. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. പ്രായം കുറഞ്ഞ മിനിസ്റ്റർ OJ ജനീഷ്. UDF മന്ത്രിസഭയുടെ സ്ഥാനാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച് ദേശീയ നേതാക്കൾ. സാന്നിധ്യമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചടങ്ങിനെത്തി പാർട്ടി നേതാക്കളും സാമൂഹിക മതമേലധ്യക്ഷന്മാരും. ആവേശക്കടലായി തിരുവനന്തപുരം. ഇന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സമയം ജൂൺ 15 തീയതി മുതൽ നടപ്പാക്കും. അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ അടുത്ത മാസം 15 തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ആദ്യ മന്ത്രിസഭാ യോഗം. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആശമാരുടെ വേതനം 3000 കൂട്ടി. അംഗനവാടി ജീവനക്കാരുടെ വരുമാനത്തിൽ 1000 രൂപയുടെ വർധന. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സൽക്കാരം ഒരുക്കി ലോക് ഭവൻ. ആശംസകൾ നേർന്ന ഗവർണർ. പങ്കെടുത്ത നേതാക്കളും മന്ത്രിമാരുടെ ഓഫീസുകളിൽ ധാരണയായി. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പുനരന്വേഷണം. ആഭ്യന്തര വകുപ്പിൽ ഇടപെടാനില്ലെന്ന് മുഖ്യമന്ത്രി. പ്രോസിക്യൂഷൻ മേധാവിയായി T. അസഫ് അലി. 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ. 21 MLA-മാരുടെ സത്യപ്രതിജ്ഞ. J. സുധാകരൻ പ്രോട്ടീം സ്പീക്കർ. സത്യപ്രതിജ്ഞ ആഘോഷമാക്കി UDF പ്രവർത്തകർ. വലിയ പ്രതീക്ഷയിൽ പറവൂർ നിവാസികൾ. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ വിളമ്പി പ്രവർത്തകർ. ഇരട്ടി മധുരത്തിൽ ഹരിപ്പാട്.